ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് പോലെ എന്നത്തെ പോലെ ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് രാത്രി ആയിട്ടുണ്ട് അല്ലെ, കുറച്ച് വൈകുന്നേരം സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവര് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കയറുന്നു. അപ്പൊ നാളെ ശനിയാഴ്ച ആണ്. ഇന്ന് ഞങ്ങള് നേരെ കോഴിക്കോട് വീഡിയോ എടുക്കാണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. പോലെ മുത്തോണികളെ ചങ്കളെ പോലെ. അപ്പം നാളെ പയ്യോളിത്തെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലേക്കും പോണം. അപ്പൊ നമുക്ക് പോണ കാഴ്ചകളും വിശേഷങ്ങളും അപ്പൊ നമുക്ക് ഇങ്ങനെ നാട് കണ്ട് ഇങ്ങനെ പോകാം അല്ലെ നമുക്ക്. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് അതൊന്ന് ഫോളോ ചെയ്ത് വെക്കുക അല്ലെ. ഓപ്പൺ കൂടിക്കോളി. സ്ഥലങ്ങൾ ഏതിലൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. അപ്പൊ നമുക്ക് പോലെന്നാ ഓക്കെ സമയം 5:30 ആയി. കിലോമീറ്ററുകൾ താണ്ടാൻ കിടക്കുകയാണ്. ഏകദേശം ഒരു 150 കിലോമീറ്ററിന്റെ അടുത്തുണ്ടാവും. അപ്പൊ എത്ര മണിക്കൂർ ഓടണം? 4 മണിക്കൂർ വേണ്ടി വരും. നമുക്ക് ഹൈവേ കൂടെ പോവാല്ലേ, NH കൂടെ പോവാ. എളുപ്പം, കുറച്ച് എളുപ്പം അതാന്ന് തോന്നുന്നത്. കുറച്ച് റോഡും കാര്യങ്ങളൊക്കെ കുറച്ച് അടിപൊളിയായിട്ടുണ്ട്. തിരക്കില്ലാതെ പോകാം. ഇവിടെ ഭയങ്കര ചക്കയപ്പം തീറ്റയാണ്. ആരാടാ ചക്കയപ്പം തന്നത്? സായന്തോ? ഇന്ന് സായന്തതാണോ സ്നാക്സിന്റെ ടൈമിന് കൊണ്ടുവന്നേ? ഇതൊന്ന് കാണിച്ചു കൊടുത്താ നമ്മളെ. പിന്നെതാ ഇവിടെ മൂടി വെച്ചൊക്കെയാണ്. ഫുള്ള് ചക്കയാ, കിട്ടൂലത്. ഒരു 4-5 ചക്ക ഉണ്ട്. നാട്ടിലോട്ട് പോകുമ്പോ കൊണ്ടുപോകണം. അവിടെ വീട്ടിൽ ചക്ക അല്ലേ നമുക്ക്. അപ്പൊ ചെന്നിട്ട് ചക്ക കൂട്ടാനും ചക്ക അപ്പവും പൊരിക്കലും പരിപാടി. കഴിഞ്ഞ ആഴ്ച നാടൻ കോഴി കൊണ്ടൊരു ചെറിയ കളിയെന്നില്ലേ. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ചക്ക കൂട്ടാനും ചക്ക ഉപ്പേരിയും പൊരിച്ചതും കൂട്ടാനും എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഇവര് ഇപ്പൊ ഇന്ന് 10 മണിക്ക് പിള്ളേര് കൂട്ടുകാർ കൊടുത്താണ് ചക്ക. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവന്ന് വീതം വെച്ച് തരാണ്. അങ്ങനെ ഇതാക്കണേ. നമ്മള് മാവുങ്കാലിക്ക് എത്തിട്ടപ്പോ NH 66 കേറാൻ പോകാണ്. നമുക്ക് അവിടുന്ന് വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ നമ്മള് 8 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് NH 66 എത്തും. കിച്ചു JCB കുഞ്ഞിക്കസേരകള്. നമുക്ക് കുഞ്ഞു കസേരകൾ ഒരു 3-4 മേടിക്കണം അല്ലേ. നമുക്ക് എവിടെയൊക്കെ പോകുമ്പോ സ്റ്റൂളല്ലേ? സ്റ്റൂള് നമ്മളെ മീൻ സ്ഥിരം മേടിക്കണ കടയാണ്. കടയല്ല അല്ലേ, അവരവിടെ സ്ഥിരം ഉണ്ടാവും വൈകുന്നേരങ്ങള്. അതെന്താ പരിപാടി ഇവിടെ? അങ്ങനെ നമ്മൾ കയറി ഗൈസ്. അങ്ങനെ നമ്മള് NH കയറി. ഈ റോഡ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും നോക്കണ്ട. എന്താ പറയാ നമുക്ക് ചെനത്തി പോകാം. നമുക്ക് ആ റൈറ്റ് സൈഡില് അവിടെ ആ കാണുന്നതാണ് ഗവൺമെന്റ് ഹോസ്പിറ്റല് കാഞ്ഞങ്ങാട്. അത് അപ്പൊ അങ്ങനെ കാണൂല റോഡിന്റെ ഈ ഹൈറ്റ് കാരണേ. അത് കൊറേ മേലെ അങ്ങ് ആ ഭാഗത്തായി. കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റൽ. അങ്ങോട്ടല്ല, പുറകോട്ട് വേറെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് കൊറേ ഉണ്ട്. അവിടെ പോണ് ഇന്നോവ മേടിക്കണ്ട നമുക്ക്. ഇന്നോവ ഫുള്ളാണ്ടോ. ബ്രസീൽ, അർജന്റീന. ഇപ്പം പിന്നെ ഇവന്റെ ടീമും വന്നിട്ടുണ്ട്. കിച്ചുവിന്റെ ഡൊണാൾഡോ എന്താണെന്നൊരു ഉഷാറില്ലാത്തന്ന്. ഓനെന്താണാവോ കിച്ചു? എന്തൊരു മ്ലാനത. വേറെ സ്ഥലത്ത് ഞാൻ കണ്ടു. നമ്മള് വരുന്ന വഴിക്ക് സ്വിഫ്റ്റുമല്ലേ റൊണാൾഡോന്റെ ആ ഒരു ഫ്ലക്സ് കാർമ ആ സൈഡ് മൊത്തത്തില് ഒട്ടിക്കേണ്ടി വരും. റൊണാൾഡോ ഒട്ടിക്കേണ്ടി വരും. ഡാഡിന്റെ ബ്രസീൽ ഒട്ടിക്കേണ്ടി വരും. ആണോ? കളി കുറച്ചുകൂടി നീളട്ടെ. കാക്കണടാ നെയ്മർ കേട്ടോ. അങ്ങോട്ട് നോക്കടാ. ഇവിടെ പോർച്ചുഗൽ ചെറുതായിട്ടിരിക്കുന്നു. പോർച്ചുഗൽ ചെറുതാ. ആണ്ട് വലുതുണ്ട്. എല്ലാരും ഉണ്ട്. നാട്ടില് പോയാലും അതിന്റെ ഒരു എന്ത് നിങ്ങളത് എവിടെയെങ്കിലും 2 ഉണ്ട്. ആര് കപ്പടിക്കുന്നു നോക്കാം നമുക്ക്. അയിമലാണ് കാര്യം. എന്തിന്? നിങ്ങളതിന് ജയിക്കൂല.
ടീമിന്റെ ലുക്കുമലല്ല കാര്യം, കളിമലാണ്. കളിയിലാണ് കാര്യം. നിങ്ങൾ തോറ്റാൽ ഞങ്ങൾ പടക്കം പൊട്ടിക്കും. എന്ത് പൈസ? ബെറ്റ നിങ്ങളെന്തായാലും പൈസ ഉണ്ടാക്കി വെച്ചോളൂ, ഇങ്ങോട്ട് പൈസ തരേണ്ടി വരും. പൈസ ഉണ്ടാക്കി വെച്ചോണ്ടു. എത്ര ബെറ്റ്? എത്ര രൂപയാണ്? നിങ്ങൾ തോറ്റാൽ ഞങ്ങൾ പടക്കം പൊട്ടിക്കും. അന്ന് ഞങ്ങൾ പടക്കം പൊട്ടിക്കും, കോമ്പലായിട്ട് പൊട്ടിക്കും. റോഡ് നീണ്ട് നിവർന്ന് ഇങ്ങനെ കിടക്ക, അങ്ങ് ദൂരെ വരെ കാണാം. കണ്ടോ ബൈക്ക് കയറിനെ നാട്ടൂലോട്ടണ്ട് വരും. എത്ര ലോറിയല്ലേ നിർത്തിട്ട്? ലോറി കണ്ടമാനം നിർത്തിയിട്ടുണ്ടോ? നൈറ്റ് ഓടാനാവും. എന്താണ് കണ്ടെയ്നർ? അതിന് വേറെന്താ പറയാ അല്ലേ? പള്ളിയാണ്, ക്രിസ്ത്യൻ ചർച്ച്. നീണ്ട യാത്രകളാണ് നമ്മള് പോണത് അല്ലേ? കഴിഞ്ഞ ആഴ്ച പോയി വന്നേ ഉള്ളൂ അല്ലേ? കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് പോണം. പാലക്കാട് മൊത്തം കേരളത്തെ എവിടെ സ്ഥലം കൊടുക്കാണ്ടെങ്കിലും നമ്മളവിടെ എത്തണം. അതെ, അതാണ് നമ്മളൊരു ആഗ്രഹം. മലപ്പുറത്തൊക്കെ ആരുടെയും വീട് സ്ഥലം കൊടുക്കാണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. വീട് സ്ഥലമൊക്കെ കൊടുക്കാണ്ടെങ്കിൽ വിളിച്ചോട്ടെ. നമ്പർ നമ്മളത് 98 95 18 18 86 ഒന്നും നോക്കണ്ട, പരസ്യം ചെയ്തിട്ടുണ്ട്. അതിനിപ്പോ ചെങ്ങായിമാരതോ കുടുംബക്കാരതോ ആരതോ അച്ഛാ വിളിച്ചോളി അല്ലേ? നമ്മള് വന്നിട്ട് അതിന്റെ മട്ടന്മാർക്ക് വീഡിയോ എടുത്ത് കണ്ട് അപ്ലോഡ് ചെയ്യാം. നമുക്ക് കച്ചവടമാക്കാനുള്ള എല്ലാവിധ സംഭവങ്ങളും നമ്മൾ ചെയ്തിരും. വീഡിയോ മാത്രം ഞങ്ങള് വീഡിയോ മാത്രം ചെയ്യണുള്ളൂ, കച്ചവടത്തിന് അങ്ങനെ നിക്കലില്ല അല്ലേ? കച്ചവടം ഞങ്ങള് നേരിട്ട് കച്ചവടം നമ്മള് കുറവാണ്. ഒക്കെ ടൈം ഉള്ളപ്പോ മാത്രമേ പോലുള്ളൂ. അവിടെ പുതിയൊരു ബിൽഡിംഗ് കൊണ്ട് പോയിക്ക് അതിന്റെ മേലെ ഒരാള് ഇങ്ങോട്ട് പണിയെടുക്കണുണ്ടോ? ഒരാളൊന്നല്ല, 2-3 ആള് കാണുന്നുണ്ട്. ആടെ കൊറേ ആള്. പേടിയാവൂലേ? അപ്പൊ എത്ര 20-30 നിലയുള്ള എന്റെ മേലൊക്കെ പണി ചെയ്യുന്നോ? എനിക്ക് ഇതിന്റെ മേലെ കയറി എനിക്ക് തല കറങ്ങും. ധൈര്യം വേണം. എനിക്ക് തല കറങ്ങും. നീലേശ്വരം മീൻ മാർക്കറ്റാണ് ഈ കാണുട്ടോ. ഇപ്പൊ ഇല്ല. മത്തിക്ക് എത്ര വില? 400 രൂപ കിലോ. 400 റുപ്യ വില അല്ലേ? കഴിഞ്ഞ കൊല്ലം എത്ര 500-600 ഒക്കെ ആയിന്ന്. വരും വരെയാ മീനൊക്കെ. പക്ഷെ വേറെ കാര്യണ്ട്, നല്ല മീനാണ്. നല്ല മീനാണ്, പൊട്ടാത്ത ചതയാത്ത മീന്. അല്ല അതില് പോയിക്കൂടെ? നമ്മളതിലെ പോണം. പണ്ട് ആൾക്കാർ പോണുണ്ടല്ലോ, ആൾക്കാരോട് പോയിക്കോട്ടെ വിചാരിച്ചിട്ട്. ഞാൻ അങ്ങനെ നോക്ക ഇതിൽ തന്നെ പോകാൻ പറ്റുമോന്ന്. ആരോമാർക്ക് കാണുന്നുണ്ട്. ആൾക്കാരെ നമ്മള് അങ്ങനെ ഞാൻ റോഡ് ഇങ്ങനെ ആലോചിച്ചു ഇതില് പോകാനായോന്ന്. ഇതിലല്ലേ നമ്മള് പോകുന്നത്? അപ്പോഴാണ് ആരോമാർക്ക് കണ്ടതേ. ചില ആൾക്കാരുണ്ട് ഓണടിച്ച ആൾക്കാരായിട്ട് ബറപ്പിക്കും. സ്റ്റാൻഡിലോട്ട് പോണ റോഡുണ്ടോ അതില് പോണല്ലേ? ഇപ്പൊ ഒന്നും കാണൂല. ഈ സൈഡ് വഴി നീലേശ്വരം പോയി, മാവുങ്കാല് പോയി, പയ്യന്നൂരൊക്കെ ഇനി എന്താകും? അവരെ പയ്യന്നൂർ എന്താവും അറിയില്ല. ഇപ്പൊ അങ്ങനെ പോകാണ്. ഇപ്പൊ നമ്മള് പറക്കണല്ലേ? പറക്കും, പൊളിക്കും നമ്മള് അല്ലേ? അതാണ്. അങ്ങോട്ട് നോക്കട്ടെ, ഈ കിളികൾ പറക്കണ കൊക്ക് വരിക്ക് പോണ്. കണ്ണൂർക്ക് 54, കോഴിക്കോട്ടേക്ക് 143 കിലോമീറ്റർ. 143? ഞമ്മളതും ബൊലീറോ, ഓലതും ബൊലീറോ. ഞമ്മളത് വെള്ള ബൊലീറോ, ഓലതാക്കണ കളറ് ബൊലീറോ. ഏതാ കളറ്? ബ്രൗണാ? അല്ല, ഗ്രേ, കാപ്പിപ്പൊടിന്റെ കളറ് അല്ലേ? ബൊലീറോ നമുക്കൊരു ഹാരാണ്. ഒരു ഹാരാണ്. കളർ ഏതും ആയിക്കോട്ടെ, വണ്ടിയാണ് മുത്ത് അല്ലേ? ബൊലീറോ ഒരു മുത്താണ്. അങ്ങോട്ട് നോക്ക്, എത്രങ്ങാനും ഫ്ലക്സ് അല്ലേ? ഇവിടെതാ ഒന്ന്, ഇവിടെതാ വേറെ 2 എണ്ണം. വെക്കട ഇതിന് അങ്ങനെ നമ്മള് കോത്തായ്മുക്ക് ടൗൺ ആണ് ഇപ്പത്. അതായത് പയ്യന്നൂർ ടൗണിക്ക് നമ്മളിങ്ങനെ എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇരുട്ടി 6:30 ആയി. ഇപ്പൊ ടൈം 6:30, 6, 7, 8, 9, ഒരു 10 ആവുമായിരിക്കും നമുക്ക്. നമ്മൾ ഏതെങ്കിലും ഒരു പമ്പില് സൈഡ് ആക്കൂലേ? പമ്പിലോ നോക്കാം. നമുക്ക് അവിടെ എത്തിയിട്ട് റൂം കിട്ടും. റൂം എന്താ കിട്ടായി? റൂമൊക്കെ ഇഷ്ടം പോലെ കിട്ടാണ്ടോ? പിള്ളേരാണ് സൈഡായി കിടന്ന്. ഒരു നല്ല ഉറക്കാം. ഒരാൾ ഇവിടെ, ഒരാൾ ഈ സൈഡിലും. നല്ല ഉറക്കാണ്. ഉറങ്ങട്ടെ, മടുത്ത് കാണും. നമുക്കൊരു ചായ കുടിച്ചിട്ടുണ്ട് പോണം. ചായ കുടിച്ചാലോ? ഞാനും വിചാരിക്കൊക്കെ ചെയ്തിരുന്നു.
ഇവിടുന്ന് കുടിക്കുക എവിടെയാണ് ഇപ്പൊ ചായ കുടിക്കാന് ഇവിടെ എവിടെയാ നല്ല കട? അപ്പുറത്തൊരു കട ഉണ്ട്. നമ്മൾ ഇന്നാളുണ്ട് നിങ്ങളുണ്ടേ നന്ന് ചായ കുടിക്കാൻ നിർത്തിയപ്പോ ഇല്ല. അവിടെ ചായക്കട ഉണ്ട്, ഒന്ന് പോയി നോക്കാം. പലഹാരങ്ങൾ കുറെ ഉണ്ടാവോ? പലഹാരങ്ങൾ കുറെ ഉണ്ടാവും വെച്ചാൽ ഇന്നാള് പഴംപൊരി ഉണ്ട് വെച്ചപ്പോ പൊരിച്ച പഴംപൊരി ഉണ്ട് അടുത്ത് തന്നെ. ഹലോ, ഞാൻ ചോദിച്ചത് എന്തെങ്കിലും എനിക്കിത് വേണ്ട, ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. ഞാൻ ആദ്യമായിട്ട് തിന്നല്ലേ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി. അങ്ങനത്തെ ഉണ്ട്, പഴം അങ്ങനെ പൊരിക്കുന്നുണ്ട്, കറുത്ത കരിക്കട്ടമായിരിക്കും. വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാനത് തിന്ന് ഇഷ്ടപ്പെട്ട്. നല്ല നല്ല അടിപൊളി കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് കട. ഇതാണല്ലേ? പക്ഷെ നമുക്ക് അവിടെ നിർത്താൻ ഗ്യാപ്പ് ഉണ്ടാവും. സൈഡ് ആക്കാനാണ് ഗ്യാപ്പ് ഇല്ലാത്തത്. നല്ല കടയാണല്ലോ. ഗ്യാപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഗ്യാപ്പ് ഉണ്ടോ? ഇവിടെ ചായ കുടിച്ചിട്ട് പോകുകയാണെങ്കിൽ കുറച്ചൊരു ഇത് കിട്ടും. അപ്പൊ ഒരു അയ്യടി പൊന്നാമ്പുളികളാണ്, പൊന്നാമ്പുളികൾ കണ്ടോ? രണ്ടും കടന്നു ഉറക്കാണ്, പേര് ഉറക്കാണ്. ചായ 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 എങ്ങനെ എഴുന്നേക്കറിയോ? ഈ ചായ വേണോ ചായ ചായ അറിയാം. അപ്പൊ ഉറക്കത്തിന് ചാടി എഴുന്നേക്കൂ. ചായ വേണോ? ചായ 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 ചായ. പഴംപൊരി കുഞ്ഞാവേ കിച്ചു നല്ല ഉറക്കടാ. പേര് ഉറക്കാണ്. സ്കൂളിൽ നിന്ന് ഒന്ന് ഓട്ടേന്ന് തോന്നുന്നുണ്ട്. അതാ അതെ, ഓളെ പുറകിലാക്കിയാനുണ്ട്. ഓന് ഓടി വന്നിട്ട് എന്തേലും എച്ചും തേച്ച് അത് വരുന്നുണ്ട് കാരണം. പോര് ചായ ചായ കിച്ചി കിച്ചി കുഞ്ഞാവേ ചായ ചായ ചായ. ആന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കിടന്നു. ചായ വേണോ? ചെരുപ്പിടി ചെരുപ്പിടി ചെരുപ്പിടി. നല്ല കട. പോര് കിച്ചി നീക്കി. ചിന്നു 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 എന്നേക്കടാ പോകാം. വണ്ടിക്ക് ചക്കന്റെ പഴുത്ത ചക്കന്റെ മണല്ലേ? എങ്ങനെയായിരുന്നു പഴംപൊരിയൊക്കെ? സെറ്റ് പഴംപൊരി അല്ല ഇന്ന് ഞങ്ങള് മുട്ട ബജി, പിന്നെ ഞാൻ പഴംപൊരി. എനിക്ക് പഴംപൊരി പിന്നെ ഗുമ്മ കിട്ടിയില്ല. ഓള് ബ്രെഡ് പൊരിച്ചു, പിന്നെ ഞാനും വെച്ചു മുട്ട ബജിയും. ഓനല്ലേ ഇടയും തോന്നുന്നു. അനന്തശയനത്തിലാണോ ജി? അടുത്ത് പോവാടാ. നമ്മള് പയ്യന്നൂർ ടൗണിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. നൈറ്റ് യാത്രയാണ്. ലൈറ്റുകള് മോഡല് മോഡല്. അതാ വലിയ വലിയ വീടുകൾക്ക് വെക്കണല്ലേ? രാത്രി പോകുമ്പം വേറെ വൈബാണ് അല്ലേ? അങ്ങാടികൾക്കൊക്കെ ലൈറ്റുകളും ഒക്കെ ആയിട്ട് കടകളൊക്കെ ഓപ്പൺ ആയിട്ടുള്ള കടകൾ. പോപ്പീസിന്റെ ഷോപ്പാട്ടെ നമ്മളെ നാട്ടിലത്തെ പോപ്പീസിന്റെ. അങ്ങനെ നമ്മളെ സ്റ്റുഡിയോ. ഷർട്ടും മേടിക്കാനായി. അടിപൊളി ഷർട്ടുകളുണ്ട്. ഇതവിടുന്ന് മേടിച്ചതാ ഈ വെള്ള. നല്ല കടകളൊക്കെ ഉണ്ട്. പകലും നമ്മൾ ഇങ്ങനെ കടകൾ ശ്രദ്ധിക്കല്ലേ, രാത്രിക്കാണ് ഈ ലൈറ്റ് അങ്ങനെ കാണുമ്പോ ലുക്കില്ലേ. ഇങ്ങോട്ട് നോക്കേട്ടാ, കുട്ടികളെ വണ്ടികളൊക്കെ ഉണ്ടാ കടയിൽ. ഇതൊക്കെ നോക്കി എത്രങ്ങാനും ആണോ. പിള്ളേരുടെ തന്നെ ഷോപ്പ്. അതെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അങ്ങനെ നമ്മള് രാത്രി പയ്യന്നൂരിനോട് ഇവിടെ പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് കുതിക്കുകയാണ്. അതെ, കിലോമീറ്ററുകൾ താണ്ടി താണ്ടി ഇങ്ങനെ പോകുന്നൊരു യാത്രയാണ് അല്ലേ? എല്ലാരും ഓരോ നാട്, പുറത്തുള്ള നാടാണ് ചുറ്റാൻ പോണത്. നമ്മള് കേരളത്തിന്റെ ഉള്ളിൽ കൂടെ കാസർഗോഡും കണ്ണൂരും കടന്ന് മെഴുകാണ്. കുറെ കാലം ഇത് എല്ലാരും ഇന്ത്യക്ക് പുറത്തു കൂടെ കടന്ന് പല ഭാഗത്തു കൂടി പോയിട്ടാണ് ഓരോ സ്ഥലങ്ങളും പരിചയപ്പെടുത്തി വീഡിയോകൾ ചെയ്യണത്. നമ്മക്ക് പോണം പുറത്ത്, എല്ലാ രാജ്യത്തെയും വീഡിയോ. നമ്മളിവിടെ കേരളത്തിൽ തന്നെ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടില്ലേ? നമുക്ക് ഇനിയും കുറെ സ്ഥലത്ത് പോകാണ്ട്. അതൊക്കെ കണ്ടിട്ട് വേണം പിന്നെയും പോകാൻ. ഇനി അടുത്ത സംസ്ഥാനം നമുക്ക് കർണാടക സ്റ്റേറ്റില് സ്ഥലങ്ങൾ കൊടുക്കാണ്ടെങ്കിൽ ഒന്ന് വിളിക്ക്. കർണാടകം പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 250-300 കിലോമീറ്റർ ചുറ്റളവില് നമ്മളാ ഏരിയ മൊത്തം ഞങ്ങൾ കണ്ടു കഴിഞ്ഞാണ്. ഇനി ഞങ്ങൾക്ക് അവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ് കാണാനുള്ളത്.
ഇനി മഹാരാഷ്ട്രക്ക് കയറണം. അവിടെയും മഹാരാഷ്ട്ര, അവിടെ എത്തിയിട്ടില്ല. മഹാരാഷ്ട്ര നമ്മള് വണ്ടിയിൽ നമ്മള് പോയിട്ടില്ല അല്ലേ. പിന്നെ ഗോവേന്റെ അടുത്ത് കയറ്റം പോയി എത്തിയില്ല, തിരിച്ചു പോന്നു. പോകും ഞങ്ങള് ഇപ്പൊ അടുത്ത് പോകും. ഞങ്ങള് ഫുള്ള് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ടൈമുണ്ടല്ലോ ഒക്കത്തിനും അതിൻ്റെതായ ടൈമില്ലേ ഇറങ്ങും നമ്മള്. ഇതെന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? ബസ് കംപ്ലൈന്റ് ആയില്ലേ? ആൾക്കാരെല്ലാം മാറ്റാണ്. ഞാനും കരുതി ഹൈവേ കൂടെ എന്താ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി നടക്കണെന്ന്. വാ അതുപോലെ അവിടെ നിക്കാണ്. ഓരോരുത്തർ ഫോണും വിളിച്ച് അങ്ങനെ കിളി പാറി നിക്കാണ്. ഹൈവേ ആണ്, ഒരു ഫുള്ള് പെണ്ണുങ്ങള്. പണി നല്ലോണം കിട്ടി വേണ്ടെങ്കിൽ യാത്ര കയറി എല്ലാരും കയറ്റി പോകുന്നുണ്ടാവും. വണ്ടി വലിയണ്ടേ? വണ്ടി പകുതിക്കടി എത്തിയപ്പം കേടായതാണത്. ഫുള്ള് പെണ്ണുങ്ങളല്ലേ ഇത്? മൊത്തം പെണ്ണുങ്ങളാണ്. വലിയും തോന്നുന്നില്ല. ലോഡ് കണ്ടവാനുണ്ട്. എങ്ങോട്ടേക്ക് നമ്മളെ നാട്ടിലേക്കോ കൊറേ ദൂരം ലോങ് പോണാ തോന്നുന്നുണ്ടല്ലേ? ഇപ്പൊ എല്ലായിടത്തും കല്ലോട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ, മഴ കുറഞ്ഞ കാരണം. ഇപ്പൊ ഒന്നും ഇവിടുന്ന് പോയി തീരൂലല്ലേ? ഈ ഒരു വളവ് ഭയങ്കര വളവാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. എത്ര കനം വലിയ ലോറിയില്ലേ? ലോറി വലിയ ലോറിയല്ലേ? മുന്നത്തെ അതിലേറെ വലിയ ലോറിയാണ്, കണ്ടെയ്നറാണ്. ലൈറ്റ് വണ്ടീന്റെ എല്ലാം LED ലൈറ്റ് ആണല്ലേ. ഇങ്ങനത്തെ ഈ ലൈറ്റ് കണ്ണിക്ക് കൂത്തണ്. നമ്മളീ ലൈറ്റ് ഇനിയും മാറ്റേണ്ടിയിരുന്നു. നമ്മളൊക്കെ മറ്റേ സാധാ ചെറിയതേ ഉള്ളൂ. LED ഇട്ടിട്ടും കണ്ടല്ലേ, അത് അത്ര ഇതൊന്നുമില്ല, കാണാനല്ല. ഇങ്ങോട്ട് ഓരോരുത്തർ ലൈറ്റ് അടിക്കുമ്പോ കണ്ണ് പൊളിയാ. ഓ കഴിച്ചിലായി. രക്ഷപ്പെട്ടടാ, രക്ഷപ്പെട്ടു കിച്ചു, രക്ഷപ്പെട്ടടാ. മുന്നിക്ക് എത്തി കിട്ടി. ഇവിടത്തെ ബ്ലോക്കായോ? ഇല്ലല്ലേ? ഇല്ല, സിഗ്നൽ ഇല്ല. തളിപ്പറമ്പ് ടൗണിൽ കൂടെ പോവുകയാണ്. കല്ലുവണ്ടിയാണ്, കല്ലുവണ്ടി കൊറേ ഉണ്ട്. കൊറേ എണ്ണയുടെ സൈഡ് വഴി നിർത്തിട്ടേക്കണുണ്ട്. മേലെ വയനാടില്ലേ, അങ്ങോട്ട് പോണെന്നാണ്. നമ്മളാ പാൽച്ചറൊക്കെ കേറി വരുന്നുണ്ടല്ലേ കൊറേ വണ്ടികള്. അങ്ങനെയൊക്കെ പോണാവൂലേ? ലോങ് ഓടനായിരിക്കും. ഇതാണ് മക്കളെ തളിപ്പറമ്പ് ടൗണ്. തളിപ്പറമ്പ് ടൗണ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളി. രാത്രിത്തെ കാഴ്ചട്ടോ. ട്രെൻഡ്സ്, അടിപൊളി ഡ്രസ്സുകളുണ്ട്. അതെ, MS ഗോൾഡ് ആൻഡ് ഡയമണ്ട് വലിയ ഷോപ്പാണല്ലോ. ലെങ്കുണ്ട്, പളപളാ മിന്നുന്നുണ്ട്. സ്വർണത്തിന് എത്ര? എത്രയായിപ്പോ? എത്രയാണ് ഇപ്പൊ? ഒന്നും നോട്ടല്ല. സ്വർണത്തിനൊക്കെ ഇപ്പൊ എത്രയാവോ? അല്ല, വാങ്ങാൻ കായ് ഉള്ളതല്ലേ ഇപ്പൊ നോക്കുള്ളൂ അല്ലേ? അതില് കായില്ല. നല്ല ലുക്ക് ഉണ്ട്. എത്രങ്ങാനും വലിയ ടൗൺ അല്ലേ? ഇനിയും പോയി തീർന്നിട്ടില്ല. കൊറേ അങ്ങ് വരെ ഉണ്ട്. ഇല്ല, ചുരിദാറുകളൊക്കെ ആണ്ട് പല പല കളറ് മോഡല്. കാണണ്ടടാ തളിപ്പറമ്പ് ടൗണ്. കിച്ചു, ലച്ചു, കിച്ചു, നിങ്ങളെന്താ ഉണ്ടാക്കണേ? കടയും തെരഞ്ഞ് നടക്കാണ്. അല്ലേ പോണുണ്ടല്ലേ? കുറെ ആൾക്കാരുണ്ട് കടയും തെരഞ്ഞ് അങ്ങനെ പോകും. ബാക്കിൽ വണ്ടി ഉണ്ടോന്നൊന്നും ഒരു നോക്കുമോ? അടിക്കലല്ലേ? അതണ്ട് പോയാ കേറായിരുന്നു. കിടക്കണ അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ സ്ഥലം എത്രങ്ങാനും ആണ്. എല്ലാരും എന്നിട്ട് അതിന്റെ പുറകിനാ. ഓ, എത്ര സ്ഥലം സ്വസ്ഥായില്ലേ? ഞാൻ അങ്ങ് അവിടെ ഒരു വെളിച്ചം പോലും ഇല്ല. ഞാൻ അവിടെ ഉണ്ട് ഇതേപോലെ വണ്ടിയില്ല. അങ്ങനെ എവിടെ എത്തി? മയിൽ ടൗൺ ആണ് ഈ കാണുന്നത്.
ടൗണുകൾ കുറെ കടകളൊക്കെ ഏകദേശം അടച്ചു തുടങ്ങി, ഏകദേശം ക്ലോസ് ആയില്ലേ. കണ്ണൂരാകുമ്പോ പിന്നെ പെട്ടെന്ന് അടയ്ക്കും. പിന്നെ രാത്രിക്ക് പിന്നെ അധികം കച്ചവടം ഒന്നും ഉണ്ടാവില്ലല്ലോ. കണ്ണൂർ അങ്ങനെ കൂടുതൽ കടകൾ രാത്രി നേരം ഒന്നും തുറന്നു വെക്കല്ലോ അല്ലേ. ആ കടകൾ ഫുള്ള് പറഞ്ഞാൽ നമ്മളെ നാട്ടിലേക്ക് എത്തിയ 12 മണി ആയാലും 1 മണി ആയാലും അടച്ചിട്ടുണ്ടാവില്ല കൊറേ. ഇറക്കത്തിൽ അങ്ങ് തലവരെ കണ്ണൂർ റോഡിൽ ഇവിടെ അല്ലേ ക്യാമറയിൽ കാണാൻ അറിയില്ല. അവിടെ അങ്ങ് കിടക്കണുണ്ടെങ്ങള് അങ്ങ് ലൈറ്റ് ഇങ്ങനെ കാണണേ, അത് കൊറേ ദൂരം വരെ ഇങ്ങനെ കാണാ റോഡ്. എത്ര ദൂരല്ലേ, ഇങ്ങേ കുന്നുമെന്ന് അങ്ങേ കുന്നു വരെ നീളത്തിൽ ഇങ്ങനെ കിടക്കാണ്. നല്ല സ്റ്റൈലാണ് അവിടെ. ഇപ്പാണ്ട് ഇപ്പൊ അങ്ങ് അവിടെ കാണുന്നത് മലന്ന് നേരെ കുത്തനെ ഇറക്കുക, അതേപോലെ അപ്പുറത്തെ മലയിലോട്ട് കയറാണ്. വളഞ്ഞും തിരിഞ്ഞും എല്ലാം റോഡ് വെട്ടിയുന്നുണ്ട്. കണ്ടോ നല്ല നല്ല വീടുകളുണ്ട്, നല്ല സ്റ്റൈല് വീടുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ പോണ വഴി. എവിടെത്തിയേട്ടായേ? ചാലാടോ ചാലോടോ എന്താ ചാലോടാവും. ഒരു 4 കൂടി ജംഗ്ഷനാണ് ചാലോട്. ഗൈസ് നിങ്ങൾ പെട്ടു ഗൈസ് അല്ലേ. ഈ റോഡിന് എന്ത് സുഖമുണ്ട്, സമാധാനം ഉണ്ട് പോകാൻ, തിരക്കില്ല. ഹൈവേയിൽ നമുക്ക് പിന്നെ നന്നായി കഴിഞ്ഞിട്ട് പോകാം. ഇതിൽ നമുക്ക് സമാധാനപരമായിട്ട് ഇങ്ങനെ തിരക്കൊന്നുമില്ലാതെ ഇങ്ങനെ പോകാം, ടെൻഷനില്ല. മറ്റത് ബ്ലോക്ക് അത് ഇത് കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഗൈസ് ചാലാട് കഴിഞ്ഞ് എന്താ പറയാ വെച്ച് പിടിക്കുകയാണ്. ഇനിയും ചിലപ്പോൾ NH തന്നെ ആയിരിക്കും എത്തുന്നത്. ഇത് കുറയുന്നൊന്നും ഇല്ലേ ദൂരം? 55 കിലോമീറ്റർ 1:39 ആയില്ലേ? നേരത്തെ 1:53 ആയിരുന്നു. 53 59 കുറയുണ്ട് അല്ലേ? വഴി ഇങ്ങനെ കിടക്കല്ലേ, പകുതി ദൂരല്ലേ ആയിട്ടുള്ളൂ. എത്ര പോണം? കിലോമീറ്റേഴ്സ് പോണം. കടകളൊക്കെ അടഞ്ഞു ഏറെക്കുറെ. അത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ട് കൊറേ അവിടെ ഇവിടെ നിർത്തിയിട്ടേക്കണേ. മൊത്തത്തിലൊരു പിന്നെ വർക്ക്ഷോപ്പിന്റെ മയം. വണ്ടി പഞ്ചറൊക്കെ ആകണമെങ്കിൽ സുഖാണ് അല്ലേ. രാത്രികളൊന്നും അതിന് നിൽക്കുകയില്ല, രാവിലെ അറിയും. നമുക്ക് ഇനി ഇങ്ങനെ ഈ പഞ്ചർ അടക്കണ കിറ്റൊക്കെ ഉണ്ട്, അതൊക്കെ മേടിച്ചു വെക്കണം വണ്ടിക്കകത്ത്. കിറ്റ് വേണം. പിന്നെ ചെളിയില് കടന്ന് കറങ്ങാതൊക്കെ വലിഞ്ഞു പോകാൻ പലകമാരിക്കുള്ള സാധനം, ഗ്രിപ്പ് ഉള്ളത്. അത് മേടിക്കണം. നമ്മൾ നാളെ കർണാടക പോയി കുടുങ്ങി അതേമാതിരിക്ക് വരുമ്പോഴൊക്കെയാണ് അതിന്റെ ഒരു ആവശ്യം വരിക. പോയിട്ടും ടയർ കത്തി തീരും. ടയർ എത്രയാന്ന് തേഞ്ഞ് തീർന്നത്. പുതിയ ടയർ ഇട്ടതായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ഈ വലിപ്പിക്കുന്ന ഭയങ്കര ഗതികേടാണ്. വണ്ടിന്റെ ചങ്ക് പൊട്ടും. വണ്ടിന്റെ ചങ്ക് പൊട്ടി നമ്മള് കൊല്ലണമായിരിക്കും തോന്നുന്നു ആ ഒച്ച വരുമ്പോ. എന്റെ വണ്ടി അങ്ങനെ ഒച്ച വരുന്ന എനിക്ക് ഇതാണ്. ചേട്ടന്റെ വണ്ടി ചേട്ടായി ആരെ എടുപ്പിക്കൂല. പിന്നെ നമ്മള് ഗതി കേടുമ്പോ മാത്രം അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഗതി കേടുമ്പോ മാത്രം ആരേലും വിളിക്കുള്ളൂ. നമ്മള് പിണറായി എത്താനായില്ലേ? പിണറായി പഞ്ചായത്തിൽ കൂടെയാണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്. പിണറായി പഞ്ചായത്താണ് ഇപ്പൊ നമ്മളീ പോണത്. ആണ്ടെ നമ്മളെവിടെ ചേട്ടായേ? സർവീസ് റോഡ് കൂടെ പോണോണ്ട് ടോൾ കൊടുക്കണ്ടല്ലോ. മേലെ ടോൾ ഉണ്ടായിരുന്നില്ലേ? നാട്ടിലോട്ടാണ് ഈ കല്ല് പോണത്. കേരള 55 വണ്ടി ആയിരിക്കും. അതിന് നാട്ടിൽ നിന്ന് ഈ ഇടയ്ക്ക് അവിടെ അവരൊക്കെ പറയണ്ടേന്ന് കല്ലൊക്കെ പുറത്തുനിന്ന് ഇറക്കണെന്ന്. അവിടെ ഒന്നും കിട്ടാനില്ലാന്ന്. എന്തെങ്ങനെ കൊണ്ടോണ്? പുതിയ വണ്ടി കൊണ്ടോണ? പുതിയ വണ്ടിയാണല്ലോ. ആട്ടോ കല്ലും വണ്ടി ഭയങ്കര അലമ്പാട്ടോ മൊത്തത്തിൽ. ആ വണ്ടി പൊടി പോലും പിടിച്ചിട്ടില്ല, പുതിയത് കൊണ്ടുപോകാല്ലേ. ഉള്ള സമയത്ത് നമുക്ക് ഇതേപോലെ കിട്ടും കൊറേ ദൂരം. NH പോന്നാല് ഇവിടുന്ന് കേറുമ്പോഴേ രക്ഷപ്പെട്ടു. നമ്മൾ ഈ പതുക്കെ അങ്ങോട്ട് കയറാൻ പാടുള്ളൂ. ഈ പോണ്ടിയോടത്താണ് ഈ ബസ് കിടക്കണത്. ബസ്സിനൊക്കെ മാറ്റിട്ടൂടെ? നമ്മള് ട്രാക്ക് മാറുമ്പോ ആ വണ്ടിയാണ്
കുറെ നേരമായി പുറകെ കിടന്ന് ഓണടിക്കണ ഗ്യാപ്പാണെങ്കിൽ ഇല്ല ഓവർടേക്ക് ചെയ്യാൻ. ടൈൻ്റെ പുറകെ കിടന്ന് ലൈറ്റ് അടിച്ചും ഓണടിക്കുക. കണ്ടൂടെ ഗ്യാപ്പില്ല എന്നുള്ളത്. ആദ്യമായിട്ട് എവിടുന്നേലും വണ്ടി എടുത്ത് വരുമായിരിക്കും, എന്നിട്ട് ഇനി അത് ഇങ്ങനെ ഹീറ്റ് ആകല്ലേ. പുതുക്കില് നമ്മളിങ്ങനൊക്കെ തന്നെ ആയിരുന്നു. പുതുക്കാവൂലേ? ആണ് അങ്ങെത്തി. പുതുക്കില് ഇങ്ങനൊക്കെ തന്നെയാണ്. ഫോൺ അടിക്കുക, ലൈറ്റ് എടുക്കുക, ഭയങ്കര ഒരു ഇതുണ്ടാവും. കുറച്ചു കാലം കഴിയുമ്പോൾ നിൽക്കും. കുറച്ചു കാലം കഴിയുമ്പോ നിൽക്കും. പിന്നെ നമ്മള് പോണമായിരിക്കും സിമ്പിൾ സ്ലോ. കണ്ടില്ല എത്ര ദൂരത്തുനിന്ന് വരുന്നതായിരിക്കും ഈ ലോഡൊക്കെ ആയിട്ടില്ലേ. ചേട്ടായിക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു നിമിഷത്തില്? ഈ ഒരു നിമിഷം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മള് മാഹി ടൗണിൽ കൂടെയാണ് ഇപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മാഹി ടൗൺ അല്ല, മാഹി കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെൽക്കം ടു മാഹി എന്നാണ്ട് ബോർഡ്. അതെ, പമ്പൗണ്ടർ ചെറിയ കളിയായിരിക്കും. തിരക്കാണ്. നമുക്ക് അടുത്ത പമ്പില് ഇന്ത്യൻ ഓയിലിന്റെ പമ്പിൽ കയറാം. നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അതിന്റെ മേലെ കൂടെ വണ്ടികള് നിറയെ പമ്പുകളുണ്ട്. ഇതില് വേണേലും കയറാം. നമുക്ക് ലാസ്റ്റത്തിൽ പോയി കയറാം അല്ലേ? ലാസ്റ്റത്തെ എവിടെയായിരുന്നു? കൊറേ അങ്ങ് എവിടെയാണ്. ചില ആൾക്കാരുണ്ട് രാത്രി വിളിക്കുന്നുണ്ട്. 10 മണിയൊക്കെ ആകുമ്പോ. 10 മണി 11 മണി സമയമൊന്നും നോക്കില്ല. വീഡിയോ കാണുമ്പോ ഇരുന്നിട്ട് വിളിക്കും. അപ്പൊ നമുക്ക് എടുക്കാൻ നേരം ഉണ്ടാവില്ല. നമ്മൾ ഉറങ്ങണ നേരമൊക്കെ ആവും. രാത്രി പിന്നെ നമ്മൾ അധികം കോൾ എടുക്കലില്ല. നമ്മള് ഒരു 8 മണി വരെ, 8 മണി വരെ ഞാൻ 8:30 വരെയൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവില്ലേ. അങ്ങോട്ട് ജിയോടെ പമ്പില്ല. ഇവിടെ തിരക്കില്ലല്ലോ. എന്നാ ഇവിടേക്ക് കയറിക്കൂടെന്നോ? അത് വലുതാണല്ലോ, തിരക്കില്ല. ഇവിടെ എണ്ണ അടിച്ചിട്ട് പോവാൻ. അല്ല, എണ്ണ ഫുൾ. ഇനിയിപ്പോ ലാസ്റ്റത്തെ 2 കള്ളിയേ ഉള്ളൂ, ബാക്കി ഫുള്ള് എണ്ണ ഉണ്ട്. അങ്ങനെ നമ്മൾ എണ്ണ അടിച്ചങ്ങാണ്ട് ഇതാക്കണ ഇങ്ങോട്ട് ഇറങ്ങിട്ടോ. കുറച്ച് അടിക്കേണ്ടിന്ന് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഫുള്ള് ഉണ്ടായിരുന്നു. ഫുള്ള് തിരക്കായി. വണ്ടികൾ ഇങ്ങനെ വരിക്ക് പോണുണ്ട്. എങ്ങനെ തിരക്ക്? എല്ലാരും എണ്ണ അടിക്കണോണ്ട് ഇങ്ങോട്ട് കേറൂലേ? ഇങ്ങോട്ട് നോക്കൂ ഗൈസ്, വടകരന്റെ ഇപ്പോഴത്തെ കോലം നിങ്ങളത് കാണൂ ഗൈസ്. വടകരയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലോ നിങ്ങള്. വളരെ ദയനീയമായ അവസ്ഥ. ഇനിയിപ്പോ ഈ ടൗൺ കൂടെ താഴെയാവൂലേ? ഈ സംഭവങ്ങളൊക്കെ അടുക്കി പെറുക്കി എങ്ങനെ ആക്കി ഇങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ അല്ലേ? മേലെ കൂടെയാണ് സെറ്റ് ആകണം. റോഡിന്റെ പണി. നല്ല ഇത് ടൗണ് കൂടെ പോണത്. വടകര അങ്ങാടിനെ കീറി മുറിച്ച് പോവുകയാണ് ഇപ്പൊ. കാസർഗോഡ് ഇതേപോലെ തന്നെ ആയില്ലേ? കാസർഗോഡ് നല്ല സ്റ്റൈലായില്ലേ കഴിഞ്ഞു അല്ലേ? അതേപോലെ ഇവിടെ നല്ല സ്റ്റൈലായിരിക്കും കുറച്ചുകൂടി. പിന്നെന്താ വെച്ചാല് മൊത്തം ടൗണ് താഴെ ആയിരിക്കും. നമുക്ക് ഇനി മേലെ കൂടെ പോവാം. നമ്മള് വടകര ഇങ്ങനെ താഴെ കൂടെ മേലെ കൂടെ ഇങ്ങനെ പോകുമ്പോ താഴെ ഇങ്ങനെ കണ്ട് പോകും. ഇവിടുന്ന് ഈ ഒരു ഏരിയ കടന്ന് എന്താ പറയാ വർക്ക് എടുക്കുക കഴിഞ്ഞിട്ട് ഭയങ്കര പണിയാന്ന് തോന്നല്ലേ. കൊറേ കാലമായത്. ഏകദേശം ആയില്ലേ ഇപ്പൊ മൊത്തത്തില്? ആയില്ലേ? അയ്യോ, എത്ര നീളുണ്ടെന്ന് അറിയത്. ഏതാനും മിനിറ്റുകൾക്കകം നമ്മൾ എത്തി. ഒരു 21 മിനിറ്റും കൂടി ഉള്ളു ഇപ്പൊ മാപ്പിന്റെ കണക്ക് പ്രകാരം. 10 കിലോമീറ്റർ കൂടി പോയാല് 3 ആളാണ്ട് ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ പോണ്. പയ്യോളിയിലെത്തും. പയ്യോളി ഇവിടെ എന്തോ വർക്ക് ഉണ്ട് അല്ലേ? ഇപ്പുറത്തൂടെ പോണ്ട്. അവിടെ റോഡ് കഴിഞ്ഞ് ചെറിയൊരു ഇറക്കവും കയറ്റൊക്കെ ഇതായിട്ടില്ലേ? നമുക്ക് ഈ വണ്ടിയെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ടൈമിന് ഓടി ഇതില് ചെറിയ വലിയ കുഴപ്പമില്ലാത്ത കുണ്ടും കുഴിയും കട്ടറോടൊക്കെ ആണ്ടല്ലേ നമ്മളെ വണ്ടിക്ക് ഏത് സ്പീഡിൽ പോയാലും വലിയ കുഴപ്പമില്ല. ആ പോക്ക് അങ്ങനെ പോകും. മറ്റേ നമ്മളടുത്ത് ആ സ്വിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഒരു കുണ്ടും കുഴിയും കണ്ടു കഴിഞ്ഞാൽ അന്നേരം നിർത്തി പതുക്കെ മെല്ലെ മെല്ലെ പൂക്കിടക്കുള്ളായിരുന്നു. എങ്ങോട്ടേലും സൈഡിലേക്ക് ഇറക്കിയ പിന്നെ അവിടെ കിടന്ന് കറങ്ങി കളിക്കേണ്ടി വരും. കറങ്ങലും പിടിക്കലും അടി തട്ടലായിട്ടും ബമ്പർ പൊളിയലായിട്ടും അരഞ്ഞു പോകും. ഇതിന് പിന്നെ അങ്ങനത്തെ ഒരു വിഷയവും ഇല്ലല്ലേ. എല്ലാരും മെല്ലെ ഇങ്ങനെ കുണ്ടും കുഴിയും ചാടിച്ച് മെല്ലെ മെല്ലെ പോകുമ്പോ നമ്മള് പോക്കാം. കുണ്ടും കുഴിക്കൊന്നും വലിയ പ്രശ്നമല്ല. നമ്മൾ അങ്ങനെ വലിയ കുണ്ടും കുഴിയിൽ അങ്ങനെ ചാടിക്കലും ഇല്ല. പിന്നെ അടി തട്ടലുണ്ട്, അങ്ങനത്തെ പ്രശ്നമില്ല. അതാണ് മറ്റേത് ഈ സ്വിഫ്റ്റ് ഒക്കെ ആകുമ്പോ എന്നും അടി വരഞ്ഞ ആ ബമ്പർ എന്നും അത് പൊളിയാൻ അത് നന്നാക്കാൻ കൊണ്ടുപോകാൻ നേരമുള്ളായിരുന്നു. ഇതിന്റെ ഇരുമ്പാ
ചളിക്കുമെന്ന് അങ്ങനെ ചളിങ്ങിയാലൊന്നും നിർത്തിയാൽ മതി. രാമറിട്ട് അടിച്ച് ചളിക്കേണ്ടി വരും അല്ലേ ചളുങ്ങണമെങ്കിൽ. ഇതൊന്നും വലിയ കുഴപ്പമില്ലാണ്ടല്ലേ, ഒരു വിഷയമില്ല, പോയി ഉള്ളൂ. ഇങ്ങനെയുള്ള റോഡിനാണെങ്കിൽ സ്വിഫ്റ്റും മറ്റേ വണ്ടികളൊക്കെ നല്ല കത്തിച്ചു വിടാല്ലേ. ഇങ്ങനെ പോകുമ്പോ ആ വണ്ടികൾ നമ്മൾ ഓടിയെത്തൂല. അത് പറക്കൂലേ റോക്കറ്റ് മരിക്ക്, അത് പറക്കും. പക്ഷെ വേറെ കാര്യം ഇത് ഇങ്ങനത്തെ ഈ ഹമ്പ് ചെറിയ ഹമ്പൊന്നും ചാടുമ്പോഴത്തേനും അങ്ങനെ കുലുക്കറിയില്ല, വലിയ ചാട്ടല്ല. അവിടെയൊക്കെ സൈഡില് മറ്റേ ലൈറ്റ് പിടിപ്പിക്കാനുള്ള തൂണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലേ. ഏതാനും 1.5 കിലോമീറ്ററിനകം നമ്മൾ പയ്യോളി ടൗണിലേക്ക് എത്തുന്നതാണ്. ഇവിടുന്ന് ഇറങ്ങണം. എവിടുന്നോ ആ വണ്ടി കയറുന്നിടത്തുനിന്ന് അങ്ങോട്ട് എക്സിറ്റ് ഇല്ലല്ലേ. ടൗൺ എവിടെയാന്ന് തെരഞ്ഞു കണ്ടുപിടിക്കേണ്ടി വരുന്നു. ഇത് റോഡും ഇതൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞ് കിടക്കണോണ്ട് എവിടെ റോഡ്, എന്ത് റോഡ്. എൻട്രി എക്സിറ്റ് ഒരു ചോറയാണല്ലേ. അപ്പൊ അങ്ങനെ നമ്മള് പയ്യോളിക്കാണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പണ്ട് എത്തിയുള്ളൂ. രണ്ടാളിതാകണ് നല്ല പേര് ഉറക്കാണ്. ഞോര വിളിച്ചുണർത്തണം. ഒരാടെ കിടന്നുറങ്ങിക്കോട്ടെ. നല്ല ഉറക്കാണ്. അല്ല ഓൽക്ക് ചോറ് കൊടുക്കണ്ടേ. ചോറ് റൂം കിട്ടുമോ നോക്കാം നമുക്ക്. റൂം മറ്റേ PWD കിട്ടുമോ? അതാകുമ്പോ 400 റുപ്യ ആവുള്ളൂ. ഇല്ല, ഫുള്ള് ക്ലോസ് ആണ്. ഓരോ സൈറ്റ് തന്നെ ബ്ലോക്കാ, മൊത്തം സൈറ്റ് ബ്ലോക്ക്. അപ്പൊ ഇനി വേറെ എവിടെയെങ്കിലും റൂം കിട്ടുമോ നോക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും സൈഡ് ആവും. ഇവിടെ കിടക്കാം. എന്നിട്ട് രാവിലെ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോവും. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക അല്ലേ. പിന്നെ നിങ്ങളെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു കണ്ണൂരോ കാസർഗോഡോ കോഴിക്കോടോ മലപ്പുറത്തോ വയനാടോ എവിടെയെങ്കിലൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ 98 95 18 18 86 ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ. ബൈ ബൈ.